പങ്കാളിക്ക് സ്നേഹം കൊടുക്കരുത്. എന്തുകൊണ്ട്? പങ്കാളിക്ക് സ്നേഹമല്ല കൊടുക്കേണ്ടത്. എല്ലാ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ സ്നേഹവും കെയറും കാര്യങ്ങളും വാങ്ങിച്ച് അത് പിന്നീട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൺവേർട്ട് ചെയ്ത് ആവശ്യങ്ങൾ നടത്താൻ വേണ്ടി മാത്രമാവുന്നു. ഒരിക്കലും ചെയ്യരുത്. പേഴ്സണലായ ടൈമിലായിരിക്കും ഒരു പക്ഷേ ഏറ്റവും കൂടുതലുള്ള സ്നേഹം ആവശ്യമുള്ളത്. ഇതെപ്പോഴും ആവശ്യമില്ല. അതെപ്പോഴും കൊടുക്കരുത്. കാരണം എപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന പങ്കാളിനെ ഇൻഡിപെൻഡൻ്റ് ആക്കാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അത് ഇമോഷണൽ ബേസ് ആണെങ്കിലും ഫിനാൻഷ്യൽ ബേസ് ആണെങ്കിലും സപ്പോർട്ടാണെങ്കിലും. കാരണം നാളെ ഒരിക്കൽ കൊടുക്കേണ്ട സമയം ഏതാ നമ്മൾ തിരിച്ചറിയണം. ഒരു പക്ഷേ പങ്കാളി ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡായി കണ്ണ് നിറഞ്ഞ് കണ്ണ് ഒഴുകുന്ന സമയത്ത് ആയിരിക്കണം ഹഗ് കൊടുക്കേണ്ടത്. നമ്മൾ പങ്കാളിക്ക് സ്നേഹം നൽകേണ്ട ആവശ്യമുണ്ടോ? എന്ത് തോന്നുന്നു? ഒരു പങ്കാളി എന്ന രീതിയിൽ നമ്മൾ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്നേഹം എന്ന് പറയുന്നത് അവർക്ക് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രയോറിറ്റി, ഒരു വാല്യൂ, വേർത്തൊക്കെ കൊടുക്കേണ്ട കാര്യം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്നേഹം എന്ന് പറയുന്നത് കൊടുക്കാൻ വേണ്ടിയിട്ടും ലഭിക്കാൻ വേണ്ടിയിട്ടും കൂടെ ഉള്ളതല്ലേ? അങ്ങനെയൊന്നുമില്ല. പങ്കാളിക്ക് സ്നേഹം കൊടുക്കരുത്. എന്തുകൊണ്ട്? പങ്കാളിക്ക് സ്നേഹമല്ല കൊടുക്കേണ്ടത്. പിന്നെന്താ കൊടുക്കേണ്ടത്? പങ്കാളിക്ക് കൊടുക്കേണ്ട സപ്പോർട്ടാണ്. സപ്പോർട്ട് വേറെ, സ്നേഹം വേറെ. കെയറും സ്നേഹവും സപ്പോർട്ടും എല്ലാം വേറെ വേറെയാണ്. അതിരാ പങ്കാളിക്ക് സ്നേഹം കൊടുത്തുകൊണ്ടിരുന്ന എന്ന് അതിലേക്ക് സ്നേഹം കൊടുക്കാതെ ആവുന്നു, അന്ന് പങ്കാളിയും അതിന് നമ്മൾ തെറ്റും. ശരിയാണോ? കെയർ കൊടുക്കൊണ്ടിരുന്ന സമയത്ത് അതിന് കെയർ തന്നെ കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. ഒരിക്കലും ഒരു മനുഷ്യന് മറ്റൊരു പങ്കാളിക്ക്, ഇപ്പം നമ്മുടെ പങ്കാളിക്ക് നമുക്ക് ഒരിക്കലും എപ്പോഴും സ്നേഹവും കെയറും ഇതൊന്നും കൊടുക്കാൻ പറ്റില്ല. ഇതെല്ലാം കൊടുക്കണമെന്ന് പറഞ്ഞാലോ? സ്നേഹം വേണം, സപ്പോർട്ട് വേണം. അല്ല, ഇത് കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന പങ്കാളി ഇത് എന്നും ആഗ്രഹിക്കും, മരണം വരെ ആഗ്രഹിക്കും. ഇല്ലാന്ന് തോന്നുന്നുണ്ടോ? സ്നേഹം മരണം വരെ ആഗ്രഹിക്കും. ഒരിക്കലും വഴക്കോ ഇഷ്ടക്കുറവോ ഇല്ല. അപ്പോൾ സ്നേഹം പ്രൊവൈഡ് ചെയ്യാന്ന് പറയുന്നത് കുറേ നാൾ കഴിയുമ്പോൾ ആതിരയ്ക്ക് അതൊരു ഫേക്കായിട്ട് മാറും. ആതിരയ്ക്ക് അത് കൊടുക്കാനുള്ള ഇൻപുട്ട് ഇല്ല, അത് കൊടുക്കാനുള്ള മാനസികാവസ്ഥയില്ല, അത് കൊടുക്കാൻ ആതിര ഓക്കെ അല്ല. അതിലേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഒരുപാട് സങ്കടങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതെങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? ഈ കെയർ എങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? അതിന്റെ ഉള്ളിൽ അതില്ലെങ്കിൽ അതിലേക്ക് അത് ചുറ്റും അടുത്ത നിമിഷം ഫേക്കാവും. കൊടുത്തുകൊണ്ടിരുന്ന സാധനമല്ലേ, കൊടുക്കാണ്ടിരിക്കുമ്പോൾ അത് ഭയങ്കര പ്രശ്നമല്ലേ? ഈ സാധനത്തിലോട്ട് അതിലെത്തും. അത് പിന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നത് പോലെ അവർക്ക് തോന്നുന്നത് പോലെ അതിൽ ചെയ്യാൻ തുടങ്ങും. ആ സമയത്ത് അവർക്ക് അതിലും മാറ്റങ്ങൾ തോന്നാൻ തുടങ്ങും. അത് സംശയത്തിലോട്ടോ മറ്റെന്തെങ്കിലും പ്രശ്നത്തിലോട്ടോ കൺവേർട്ട് ആവും. അത് അതിൻ്റെ അടുത്ത് ചോദ്യമായിട്ട് വരും, ഉടക്കാവും, വഴക്കാവും. മനസ്സിലായോ? ഞാൻ പറഞ്ഞതിൻ്റെ പൂർണ്ണമായ അർത്ഥം കൊടുക്കരുതെന്നല്ല എന്ന് പറഞ്ഞാൽ കൊടുക്കണം, എന്തും കൊടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാവൂ. ഏതൊരു മനുഷ്യനും നമ്മൾ വെറുതെ ഒരു കാര്യം പ്രൊവൈഡ് ചെയ്താൽ അത് നമ്മുടെ കയ്യിൽ കൂടുതലുള്ളത് കൊണ്ടോ നമ്മളത് വെറുതെ കൊടുക്കുന്നതിനായിട്ട് തോന്നുന്നു ആൾക്കാർക്ക്. സ്നേഹമാണെങ്കിലും കെയർ ആണെങ്കിലും എന്തും ആണെങ്കിലും അതിലിപ്പോൾ അതിനു വേണ്ടി ഇരിക്കുന്ന ഒരാളാ പങ്കാളി. അപ്പോൾ തന്നോട്ടെ, നിന്റെ ജോലി അതാണല്ലോ. ഞാൻ നിനക്ക് ചെലവിന് തരുന്നുണ്ടല്ലോ, അപ്പം നീ എനിക്ക് തരട്ടെ. ഞാൻ നിനക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തരുന്നുണ്ടല്ലോ, അപ്പം നീ എനിക്ക് തരട്ടെ. ഇത് പങ്കാളി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത് നമ്മൾ എപ്പോഴാണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നുള്ള ടൈം ടേബിൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണം. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പങ്കാളിക്ക് നമ്മൾ കൊടുക്കേണ്ടത് സപ്പോർട്ടാണ്. സപ്പോർട്ട് എന്ന് പറയുന്ന വാക്ക് ഒരിക്കലും കെയറോ സ്നേഹമോ ഒന്നുമല്ല. സപ്പോർട്ട് മീൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പങ്കാളി അടുത്ത ഗ്രേഡിലോട്ട്, ലൈഫിൻ്റെ അടുത്ത ഗ്രേഡിലോട്ട് പോകാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കണം എന്ന് നമുക്ക് തോന്നുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ചിലപ്പോൾ കെയർ ആയിരിക്കും കൊടുക്കേണ്ടത്, ചിലപ്പോൾ സ്നേഹമായിരിക്കും, ചിലപ്പോൾ ആ എന്തെങ്കിലും കുറവുകളെ നമ്മൾ മാനേജ് ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കാം. ഇത് മാത്രം പ്രൊവൈഡ് ചെയ്താൽ മതി. ആ പങ്കാളി അടുത്ത ലെവലിലോട്ട് എന്ന് മാറുന്നു അന്ന് മുതൽ അവൻ്റെ ഉള്ളിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആതിരയുടെ അടുത്താണെങ്കിലും മറ്റാരുടെ അടുത്താണെങ്കിലും ഉണ്ടാവുന്നൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അത് ഭയങ്കര വലുതായിരിക്കും. അല്ലാത്ത നിമിഷം എല്ലാ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ സ്നേഹവും കെയറും കാര്യങ്ങളും വാങ്ങിച്ച് അത് പിന്നീട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൺവേർട്ട് ചെയ്ത് ആവശ്യങ്ങൾ നടത്താൻ വേണ്ടി മാത്രമാവുന്നു. ഒരിക്കലും ചെയ്യരുത്. എവിടെ വേണമെങ്കിലും എടുത്തു നോക്കിക്കോ, അത് ഫെയിലിയറാണ്. പങ്കാളിക്ക് വേണ്ട. ഇപ്പോൾ തിരിച്ച് ആദരിക്കാൻ വേണ്ടത് അത് തന്നെയല്ലേ? എപ്പോഴും ഇത് കിട്ടിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ നടക്കില്ല. അത് വേണ്ട എന്നുള്ളതല്ല. ഒരു പക്ഷേ വളരെ പേഴ്സണലായ ടൈമിലായിരിക്കും ഒരു പക്ഷേ ഏറ്റവും കൂടുതലുള്ള സ്നേഹം ആവശ്യമുള്ളത്. ഇതെപ്പോഴും ആവശ്യമില്ല. അതെപ്പോഴും കൊടുക്കരുത്. കാരണം എപ്പോഴാണോ ഇൻസെക്യൂരിറ്റി, ഓപ്പോസിറ്റ് നിൽക്കുന്ന പങ്കാളിക്ക് എപ്പോഴാണ് ഇൻസെക്യൂരിറ്റി ഫീൽ ആവുന്നത് അപ്പോൾ ആ പങ്കാളി ഇൻഡിപെൻഡൻ്റ് ആവാൻ ശ്രമിക്കും. എപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന പങ്കാളിനെ
ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അത് ഇമോഷണൽ ബേസ് ആണെങ്കിലും ഫിനാൻഷ്യൽ ബേസ് ആണെങ്കിലും സപ്പോർട്ടാണെങ്കിലും. കാരണം നാളെ ഒരിക്കൽ ആ പങ്കാളിക്ക്, ഇപ്പോൾ ആതിരയുടെ പങ്കാളിക്ക് ആതിര എത്ര നാൾ കൂടി ഉണ്ടാവുമെന്ന് തോന്നുന്നു? എത്ര നാൾ കൂടി ഉണ്ടാവും? എന്തെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജീവിക്കേണ്ട ഈ ഭൂമിയിൽ. അപ്പോൾ മുന്നോട്ട് പോകണം. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. മനസ്സിലായോ? നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പങ്കാളിനെ നമ്മൾ ഉറപ്പായിട്ട് ഇൻഡിപെൻഡൻ്റ് ആക്കണം. നാളെ ഒരിക്കൽ നമ്മളില്ലാത്തൊരു സിറ്റുവേഷൻ വന്നാൽ, നമ്മുടെ ആയുസ് നമ്മുടെ കയ്യിലൊന്നുമല്ല, നമ്മളില്ലാത്തൊരു സിറ്റുവേഷൻ വന്നാൽ അവളോ അവനോ നാളെ ഒരിക്കൽ മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടാതെ ഇൻഡിപെൻഡൻ്റ് ജീവിക്കണമെങ്കിൽ നമ്മൾ ആ വ്യക്തിയുടെ കൂടെ ജീവിക്കുന്ന സമയം ഉൾപ്പെടെ ആ വ്യക്തിയെ അടുത്ത തലത്തിലോട്ടും സാമ്പത്തികമായും മാനസികമായും അടുത്ത തലത്തിലോട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് പറ്റണം. അതല്ലാതെ സ്നേഹം യാചിച്ച് നമ്മുടെ കാഴ്ചയിൽ വന്ന് നിൽക്കുന്ന ഒരു പങ്കാളിനെ ക്രിയേറ്റ് ചെയ്യരുത്. ആ പങ്കാളി അപകടം. മനസ്സിലായോ? പങ്കാളി അപകടം എന്നല്ല, അത് ഭയങ്കര വേസ്റ്റ് ലൈഫാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കും സ്നേഹം വാരിക്കൂരി കൊടുത്താൽ മതി, കെയർ വാരി കൊടുത്താൽ മതി, അറ്റാച്ച്മെൻറ്റ് കൊടുത്താൽ മതി. കൊടുക്കരുത്. കൊടുക്കേണ്ട സമയം ഏതാ നമ്മൾ തിരിച്ചറിയണം. ഒരു പക്ഷേ പങ്കാളി ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡായി കണ്ണ് ഒഴുകുന്ന സമയത്ത് ആയിരിക്കണം ഹഗ് കൊടുക്കേണ്ടത്. ആവശ്യമില്ല സമയത്ത് കൊടുക്കരുത് ഹഗ്. മനസ്സിലാവുന്നുണ്ടോ? ആ സമയത്ത് കൊടുക്കുന്ന ഹഗ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഒരു പക്ഷേ നമ്മുടെ ലൈഫിൽ നമുക്കൊരു പങ്കാളി ഉണ്ടെന്ന് നമുക്ക് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നമുക്ക് ഫീൽ ചെയ്യുന്ന ടൈമാണത്, ആ ഹഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ ഹഗ് അല്ലാതെ കൊടുത്തു നോക്ക്, വിലയുണ്ടാവില്ല. നമ്മൾ കൊടുക്കുന്ന ഓരോ കാര്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഫീല് വരണമെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത്രയും ആവശ്യം വേണം. ആവശ്യമുള്ള സമയത്ത് മാത്രമേ പ്രൊവൈഡ് ചെയ്യൂ. അല്ലാത്ത സമയത്ത് ആ പങ്കാളിയിൽ നിന്ന് കൃത്യമായ അകലം പാലിച്ച് സ്വന്തം ലൈഫിലോട്ട് എന്ത് ചെയ്യണം, ഞാൻ എങ്ങനെ വളരണം, എൻ്റെ കാര്യങ്ങൾ എങ്ങനെ നോക്കണം എന്നുള്ള സമയം വേണം തിരിച്ച് ചെയ്യാൻ. ഇവിടെ എന്താ നടക്കുന്നത്? നമ്മുടെ ചുറ്റുപാട് ഒരു ആവശ്യമില്ലാതെ സ്നേഹം വാരി വിതറ. മനസ്സിലായോ? ഒരു ആവശ്യമില്ല, കെയറങ്ങ് വാരി വിതറ. മനസ്സിലായോ? എന്തെങ്കിലും ഇൻറ്റൻഷൻ ഉണ്ടോ? ഇപ്പോൾ ഒരു കാമുകൻ എന്തെങ്കിലും ഇൻറ്റൻഷൻ ഉണ്ടോ? ഇൻറ്റൻഷൻ നടക്കുന്നവരായിരിക്കും ഇതൊക്കെ സംഭവിക്കുന്നത്. ഇൻറ്റൻഷൻ കഴിഞ്ഞോ ഈ പരിപാടി പിന്നെ ഉണ്ടാവില്ല. ഇതല്ല ഞാൻ പറയുന്നത്. മനസ്സിലായോ? ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് തിയറി. ഇത് നമ്മൾ ഫോളോ ചെയ്താൽ ഏറ്റവും മനോഹരമായ റിലേഷൻഷിപ്പ് ആയിരിക്കും അവിടെ സംഭവിക്കുന്നത്. അല്ലാത്ത പക്ഷം ഒരു പരിധി വിടുമോ സ്നേഹമൊക്കെ ബുദ്ധിമുട്ടാവുന്ന കുറേ നാൾ കഴിഞ്ഞാൽ, കെയർ ബുദ്ധിമുട്ടാവുന്ന. ആതിരേനെ ഞാൻ 24 മണിക്കൂറും കെയർ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിലും വലിയൊരു ഇറിറ്റേഷൻ ഇല്ലേ? ഏട്ടായി കോഫി എടുക്കട്ടെ, ഏട്ടായി ഈ സെറ്റപ്പിലോട്ട് അവസാനം. മനസ്സിലായോ? നമുക്ക് താങ്ങാൻ പറ്റില്ല. ഒരാൾ ഫുൾ ടൈം സ്നേഹിച്ചുകൊണ്ടിരിക്കുക, ഒരു പരിധി ടൈമില്ലേ നമുക്കങ്ങ് പൊളിയും. അപ്പോൾ ഇത് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള സിറ്റുവേഷനിൽ ആവശ്യമുണ്ട് എന്ന് നമുക്ക് 100% നമുക്ക് തോന്നണം. ഇല്ലെങ്കിലേ അത് അർത്ഥമില്ല.